ഫസ്റ്റ് പാർട്ട് പോലെയല്ല സെക്കൻഡ് പാർട്ട്. കുറെ കാര്യങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അത് റെസ്പെക്ട് ചെയ്ത് മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ടോട് മുന്നോട്ട് പോവാം. ഞാൻ റിയൽ സ്റ്റോറി എന്നാണ് പേര് കൊടുക്കേണ്ടത്. കേരള സ്റ്റോറി റിയൽ സ്റ്റോറി. അപ്പൊ പ്രശ്നമില്ല. അതായത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. അത് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം ഇതിനെ എതിർക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനേക്കാളും വളരെ നന്നായിരിക്കുന്നു. തീർത്തും കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും കാണേണ്ട സിനിമയാണ്. വെൽക്കം ബാക്ക്. കേരളം കത്തിച്ച നാഷണൽ അവാർഡ് വിന്നിംഗ് പ്രൊപ്പഗണ്ട മൂവി കേരള സ്റ്റോറി 2 അങ്ങനെ റിലീസിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ 2023 നമ്മൾ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഈ ഒരു സിനിമയുടെ റിവ്യൂ എടുത്തിരുന്നത്. അപ്പോൾ ഇത്തവണ പ്രൊട്ടസ്റ്റ് ചെയ്യാനൊന്നും ആരുമില്ല. എല്ലാവരും ഒരു കോമഡി ഫണ്ണായിട്ടാണ് ഈ മൂവിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കേരളം പേര് മാറ്റി കേരള സ്റ്റോറി ആയിട്ടൊരു ബന്ധമില്ലെന്ന് ഒഫീഷ്യലി അറിയിച്ചിട്ടും കൂടിയുണ്ട്. അപ്പോൾ കേരള സ്റ്റോറി കണ്ടിറങ്ങി ഓടിച്ചുകൂടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടവരൊക്കെ ആണെങ്കിൽ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നേരെ കേരള സ്റ്റോറി റിവ്യൂലേക്ക്. കേരള സ്റ്റോറി ഐ ഓപ്പണർ ആണ്, റിയലിസ്റ്റിക് ആണ്. നമ്മൾ അനാവശ്യ വിവാദങ്ങളാണോ? അനാവശ്യ വിവാദങ്ങളല്ല. എല്ലാവരും കണ്ണുറന്ന് ജീവിക്കുക, അവനവൻ്റെ ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുക, അവനവൻ്റെ തിരിച്ചറിവുകളിലേക്ക്. ഫസ്റ്റ് പാർട്ട് പോലെ ഒരു പ്രൊപ്പഗണ്ട മൂവി ആയിട്ട് തന്നെയാണ്. ഫസ്റ്റ് പാർട്ട് പോലെയല്ല സെക്കൻഡ് പാർട്ട്. കുറെ കാര്യങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അത് റെസ്പെക്ട് ചെയ്ത് മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ടോട് മുന്നോട്ട് പോവാം. ഒരു കേരള സ്റ്റോറി എന്നുള്ള പേരും കേരള സ്റ്റോറി 1-2 മലയാളം ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ടെന്നേ ഉള്ളൂ. അതിന്റെ പിറകിൽ ഒരു വലിയ ഹിഡൻ അജണ്ട ഉണ്ട്. അത് ശ്രദ്ധിക്കാണ്ട് കേരളം എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ പടം കണ്ടിട്ടുണ്ടോ? ചെന്ന് കാണും. അല്ല ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വിവാദങ്ങൾ നോക്കണ്ട. കേരള സ്റ്റോറി 2 നല്ലതാണ്. കേരള സ്റ്റോറിയിൽ മലയാളികൾ ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ വേറൊരു പ്രൊപ്പഗണ്ടയിലേക്ക് നമ്മൾ തിരിക്കേണ്ട കാര്യമില്ല. കേരളത്തിനെതിരായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നന്നായിരിക്കുന്നു. ഫസ്റ്റ് പാർട്ടിനേക്കാളും വളരെ നന്നായിരിക്കുന്നു. തീർത്തും കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും കാണേണ്ട സിനിമയാണ്. തീർത്തും കാണേണ്ട സിനിമ. കേരളത്തിനെ മോശമാക്കുന്ന സിനിമ കേരളത്തിന് ഒരിക്കലും മോശമല്ല. കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. കേരളമായിട്ടാണ് കാണിക്കുന്നത്. ഇതാണോ കേരളം? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന. ഇത്തരം ലവ് ജിഹാദുകളും ഇത്തരം മതപരിവർത്തനങ്ങളും വളരെ വലുതായി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നോക്കാത്തത് കൊണ്ടും നമ്മൾ ഇതിനെപ്പറ്റി വാർത്തകൾ ചെയ്യാത്ത വിവാദമാണോ നടക്കുന്നത്? ഒരു വിവാദവും ഇല്ല. കറക്റ്റാണിത്. ബീഫിന്റെയും പൊറോട്ടയുടെയും പൊറോട്ടയുടെ അതെല്ലാം അതിനപ്പുറം ഇവിടെ നടക്കുന്നുണ്ട്. അത് പക്ഷെ നിങ്ങൾ ആരും കാണുന്നില്ല. അതാണ് സംഭവം. ഓക്കെ. കേരളത്തിൽ നിശ്ചയമായിട്ടും മതപരിവർത്തനം ഉള്ളത് തന്നെയാണ്. അത് ഇല്ലെന്നൊന്നും ആക്കി തീർക്കേണ്ട കാര്യമില്ല. ഉള്ളത് കാര്യം തന്നെയാണ്. അപ്പം അതിനൊരു സിനിമയായിട്ട് വന്നത് എതിർക്കുന്ന എന്താ അതായത് അപ്പോൾ ഒരു ഫിക്ഷണൽ സ്റ്റോറി ആയിട്ടല്ല, കേരള റിയൽ ആയിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കേരളം തന്നെയാണ്. അല്ല, കേരളമല്ല. കേരളം മാത്രമല്ല. അല്ല. അപ്പം നമ്മളെ മലയാളികളും ബീഫും അതുപോലെ തന്നെ കേരള സ്റ്റോറി എന്നുള്ള പേരും അതൊരു വർഗീയ വിദ്വേഷം. അങ്ങനെ കേരള സ്റ്റോറി എന്നല്ലല്ലോ സിനിമയുടെ പേര്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണല്ലോ സിനിമയുടെ പേര്. ഓക്കെ. അതായത് കേരള സ്റ്റോറി ഫസ്റ്റ് ഭാഗത്തിന്റെ സെക്കൻഡ് ഭാഗമാണ് ഈ സിനിമ. അനാവശ്യ വിവാദമാണോ നടക്കുന്നത് സിനിമയുടെ പേരിൽ? അതൊക്കെ ഉണ്ടാക്കുന്നവർക്കായിട്ടാണ്. അതായത് അനാവശ്യ വിവാദം എന്ന് പറയുന്നത് പ്രത്യേക ഫോർസ്ഡ് റിലീജിയസ് കൺവേർഷനെ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് ഇതിനെ എതിർക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. അത് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം ഇതിനെ എതിർക്കുന്നത്. സിനിമ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇപ്പൊ ഒരുപാട് ഇതൊരു ഫിക്ഷൻ, ഒരു സിനിമയിൽ ആർക്കും അത് വർക്കാവോ? എല്ലാവരും കൊമേഴ്ഷ്യലി ഒക്കെ വന്ന് കാണാൻ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള പർപ്പസ് വെച്ചിട്ടുണ്ട്. അതോ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ഉണ്ട്. അതായത് ശ്രേയാ ഘോഷാലിന്റെ പാട്ടുണ്ട്, നല്ല പാട്ട്. അത് സിനിമയുടെ ടെക്നിക്കൽ വശം തന്നെ ട്രാൻസിഷൻസ്, അതായത് ഒരു സീനിൽ നിന്ന് മറ്റൊരു സീൻ, അതായത് പല 2-3 സംസ്ഥാനത്ത് നടക്കുന്ന സിനിമയാണ്. അപ്പം ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തുള്ള ട്രാൻസിഷൻ, അതായത് ടെക്നിക്കൽ സൈഡ് നല്ലത്, സിനിമാറ്റോഗ്രാഫി നല്ലത്, പാട്ട് നമ്മുടെ ഒരു ബീഫിന്റെ ഇഷ്യൂ ഒക്കെ അത് കേരളത്തിൽ നടക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കേരളത്തിൽ എന്തോ ബീഫിന്റെ ഇഷ്യൂ? ഇവിടെ കുഴപ്പമില്ലല്ലോ. ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ആ ഒരു ഇഷ്യൂ ആണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സിനിമയെ സംബന്ധിച്ച്. അതപ്പോ സിനിമയിൽ വരുമ്പോ എങ്ങനെയാണ്? സിനിമയ്ക്ക് ആവശ്യമുള്ളതാണോ അതോ ഒരു സിനിമയുടെ ഭാഗത്ത് കഥാഭാഗത്ത് ആ രംഗം ആവശ്യമാണ്. ബീഫ് എന്ന് പറയുന്നത് അതിപ്പോ എന്താണ് ബീഫ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പന്നിമാംസം അല്ല, ഈ ഗോമാംസമാണോ അതോ പോത്തിറച്ചിയാണോ? ഏതാ ബീഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ബീഫ് പൊതുവായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിക്കുന്ന ആണ്. മലയാളികൾ ആരും അങ്ങനെ തടയുന്നില്ല. ആവശ്യമില്ലാത്തവർ, അതിപ്പോ ഇഷ്ടമില്ലാത്തവർ കഴിക്കാതിരിക്കുന്നു. ആരെയും നിർബന്ധിച്ച് കഴിക്കുന്നില്ല. അപ്പൊ അത് കേരള സ്റ്റോറി എന്നുള്ള പേരിൽ ഒരു മലയാളിയുടെ കഥയായിട്ട് വരും. കേരള സ്റ്റോറി എന്നല്ലല്ലോ, കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന സിനിമയാണ്. അപ്പൊ കുഴപ്പമില്ല.
അപ്പോൾ അതായത് നിർബന്ധിച്ച് അതിപ്പോൾ മലയാളിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്നല്ല, അത് സിനിമ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സിനിമയിൽ അത് വേറെ ഇതിലാണ്. അതെ, അതായത് ഒരു ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷന് വേണ്ടുള്ളൊരു കാര്യമായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടിരിക്കണം എന്നുള്ള ഒരു ഇതാണ്. അല്ല, താല്പര്യമുള്ളവർക്ക് കാണാം. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്നൊന്നും പറയാൻ ഞാൻ ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ഉണ്ടോ ഇത്തവണയും? നാഷണൽ അവാർഡൊന്നും ഞാനല്ലല്ലോ ജൂറി. അല്ല, കഴിഞ്ഞ ഫസ്റ്റിന് കിട്ടിയിരുന്നു. അപ്പൊ നാഷണൽ അവാർഡ് കൊടുക്കാനുള്ള ഒരു സിനിമയൊന്നും എനിക്കറിയത്തില്ല, സോറി. ഓക്കെ, വിഷ്വൽ എൻസൈക്ലോപീഡിയ. ഇത് നിങ്ങൾ ഒരിക്കലും മതപരമായിട്ടോ മറ്റു രീതിയിൽ കാണരുത്. ഇതൊരു പെൺകുട്ടികൾ എടുക്കുന്ന കാണുന്ന സ്വപ്നങ്ങളെ നശിപ്പിക്കുന്ന സിനിമ. പ്രണയമൊക്കെ അതിൻ്റെ ഇടയിലുള്ളതാണ്. ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് ആ സ്വപ്നങ്ങളെ പ്രണയത്തിന്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്, നന്മയുള്ള സിനിമ, ഒത്തിരി പേർക്ക് ഒത്തിരി മോട്ടിവേഷൻ നൽകുന്ന സിനിമ. ഒരു മോട്ടിവേഷനാണിത്. കാരണം ഇത് നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മുടെ പല പല ആക്ടിവിറ്റീസിന് പോകരുത്. ആ സ്വപ്നത്തിന് വേണ്ടി അവതരിപ്പിക്കാതെ കേരളത്തിന് എന്തിന് കേരളം എന്ന് ഞാനിത് റിയൽ സ്റ്റോറി എന്നാണ് പേര് കൊടുക്കേണ്ടത്. കേരള സ്റ്റോറി മാറ്റാം. റിയൽ സ്റ്റോറി. അപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ കേരളം എന്ന് കൊടുത്തത് ചില അതിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19 അനുസരിച്ച് പേര് കൊടുക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളെ ദ്രോഹിക്കാൻ തോന്നുന്നുണ്ടോ? അവരെ ചെന്ന് അടിക്കാൻ തോന്നുന്നു? അപ്പോൾ പിന്നെ പ്രശ്നമില്ല. മനസ്സിലായോ? ആവിഷ്കാരം ഉണ്ടാവാം, പക്ഷെ ഒരാൾക്ക് പ്രതികാരം അത് തോന്നി ആ സിനിമയിലുള്ള ഒരു കാര്യത്തെ കണ്ടിട്ട് നമുക്ക് ഒരാളോട് പ്രതികരിക്കാൻ തോന്നരുത്. ഇവിടെ ആർക്കും തോന്നില്ല. ഇത് കണ്ടിട്ടോ അയ്യോ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. അത് ഈ സിനിമ കാണാത്തവർ പറയണതാണ്. ഈ സിനിമയിൽ ബീഫ് വായിൽ കുത്തിക്കയറ്റി കൊടുക്കുന്നത്. ബീഫ് കഴിക്കാം, മറ്റൊരാൾക്ക് വായിൽ കുത്തിക്കയറ്റി കഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടിനെ നിങ്ങളെ വായിക്കകത്ത് കുത്തിക്കയറ്റി. ആ സിനിമ കേരള സ്റ്റോറി എന്നുള്ള പേരാണ് പ്രശ്നം. ഈ സിനിമയ്ക്കകത്ത് ബീഫിനെ വായിക്കകത്ത് കുത്തിക്കയറ്റി കൊടുക്കുന്നതാണ്. അത് ശരിയാണോ? ബീഫല്ല, ചിക്കൻ അല്ല, മട്ടനായാലും മീനായാലും ഒരാളുടെ വായിൽ കുത്തിക്കയറ്റി കൊടുത്തതാണ് പ്രശ്നം. മലയാളി അങ്ങനെ മലയാളിയും നിങ്ങൾ വേർതിരിക്കാതെ ഇതിലൊരു നന്മയുണ്ട്. ആ സിനിമ ഒരു മോട്ടിവേഷനാണ്. അത് ഫ്യൂച്ചർ തലമുറ കണ്ടിട്ട് അവരുടെ പെൺമക്കളുള്ള പാരൻസ് പെൺമക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കുറെ കെയർ ചെയ്യുക. നിങ്ങൾ പ്രണയിച്ചോ, നിങ്ങൾ അതെ മലയാളികൾ ഇത് ഏറ്റെടുക്കണം. നിങ്ങൾ പറഞ്ഞ് ഏറ്റെടുപ്പിക്കണം. നിങ്ങൾ കാണാൻ പറ്റാത്ത ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ മതി അവരോട്. അത്രേ ഉള്ളൂ. സിനിമയുടെ പേരിൽ നടന്ന വിവാദങ്ങൾക്ക് സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തണമെന്നില്ല, പക്ഷെ അതിൽ നമ്മൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ പേരിനെ കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ ഉള്ളുകളികളെ കുറിച്ചും നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സാമൂഹ്യ പരിസ്ഥിതികൾ വെച്ച് നിലവിലുള്ള യാഥാർത്ഥ്യമായിട്ട് താരതമ്യപ്പെടുത്തി ചിന്തിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കഥയായിട്ട് കാണേണ്ടവർക്ക് അങ്ങനെയും കാണാം. സിനിമ പുറത്തിറങ്ങിയത് കൊണ്ട് ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താനോ ഒന്നും കഴിയില്ല. അവരവരുടെ സെൻസിൽ ഒരു സിനിമയായിട്ട് കാണുക, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ അതിന്റെ വശത്തിലും എടുക്കുക, അത്രേ ഉള്ളൂ. കേരളത്തിനെ മോശമായിട്ട് അങ്ങനെ ചിത്രീകരിക്കുന്നില്ലല്ലോ. അതില് അതിനകത്ത് ആ പറഞ്ഞ ഒരു പെൺകുട്ടി മാത്രം, അത്രയല്ലല്ലോ. പക്ഷെ എന്നാലും മൊത്തത്തിലുള്ള ഒരു കഥയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ബീഫാണ്. ബീഫിന്റെ ഇഷ്യൂ ഇവിടെ എല്ലാരും കഴിക്കുന്നല്ലേ. അനാവശ്യ വിവാദമായിരുന്നോ? അനാവശ്യ വിവാദമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ സംവിധായകന്റെ ഒരു കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഓൾ ടുഗദർ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ട്രെയിലറിലും മറ്റ് നമ്മൾ റിവ്യൂസിലും എല്ലാം അതാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നത്. പക്ഷെ അതിനപ്പുറമായിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് വശങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളും ഉണ്ട്. ഒരു മെസ്സേജിന് അപ്പുറം ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വാല്യൂ ഒക്കെ ഉണ്ടോ? എന്റർടൈൻമെന്റ് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർ ആ കാണുന്നവരുടെ വീക്ഷണം പോലെ ഇരിക്കും. മലയാളികൾ എല്ലാരും കാണണം അങ്ങനെ പറയുന്നുണ്ടോ? കണ്ടിരിക്കണം എന്നുള്ളൊരു സിനിമയാണോ? എല്ലാവരും കാണുക, ഏത് സിനിമയും കാണുക. വിവാദങ്ങൾക്കുള്ള ഒരു മറുപടിയാണോ? കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും, നന്നായിട്ടുണ്ട്. അതിൽ അവർ അവസാനം അതിൻ്റെ എവിഡൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഓരോ കേസിൻ്റെയും റിയൽ സ്റ്റോറിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ മനസ്സിലാവും ഇതൊക്കെ സിനിമ എന്നുള്ള രീതിയിൽ കണക്ട് ആവുമോ, അതോ ഒരു പ്രൊപ്പഗണ്ട മാത്രമായി മാറിയോ? കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. എന്തായാലും വർക്കാവും എല്ലാവർക്കും. കണ്ടു നോക്കുന്നവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. റിയൽ സ്റ്റോറി ആയിട്ട് തോന്നുന്നുണ്ട്. റിയൽ സ്റ്റോറി ആയിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഈ ഒരു പ്രൊപ്പഗണ്ട അതൊക്കെ മാറ്റി നിർത്തിയാൽ സിനിമ എന്നുള്ള രീതി വർക്കായോ? വർക്കായി, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെയാണോ? അതെ, നല്ല റിവ്യൂ, ഇഷ്ടപ്പെട്ടു.